രാധികെ, നീ എന്നോട് ക്ഷമിക്കും. അവരോടുള്ള വിരോധം ഞാൻ നിന്നോട് തീർത്തു. ഏതായാലും സമക്ഷം എന്ന വിവരം അമ്മാവൻ അറിയരുത്. എന്റെ നിലം വിറ്റ് ഞാൻ പണം കൊടുക്കാൻ പോവുകയാണ്. അത് വേണ്ട, എന്റെ പണ്ടങ്ങളെല്ലാം പണയം വെക്കാം. പണം കിട്ടുമ്പോൾ എടുത്താൽ മതിയല്ലോ. വേണ്ട വേണ്ട, അമ്മാവൻ അറിഞ്ഞാൽ. അച്ഛൻ അറിയില്ല. എന്തായാലും നിലം വെക്കാൻ ഞാൻ സമ്മതിക്കില്ല. എത്ര നാളിങ്ങനെ കഴിയും? കൊച്ചുമോലാളിയുടെ ഭാര്യയാവുമെന്ന് എന്റെ ഒരു കഷ്ടകാലമേ. ഒരു വേലക്കാരിയുടെ സ്ഥാനം പോലും എനിക്ക് ഈ വീട്ടിലില്ല. ഞാൻ എന്ത് ചെയ്യണമെന്നാ നീ പറയുന്നത്? നീ പോയി കെട്ടി തൂക്കി ചാവണം. നട്ടലില്ലാത്ത പുരുഷന്മാർ അങ്ങനെയാ ചെയ്യുന്നത്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, കഷ്ടകാലത്തിന് ആ രാധിക കയറി പ്രസവിക്കുകയും കൂടി ചെയ്താണല്ലോ. പിന്നെ എന്റെ മരുമോൻ കൊട്ടയെ പോയി ടിക്കറ്റ് കയറിക്കൊണ്ടേച്ചാ മതി. കൊള്ളാം. ഒരു കൊച്ചുമോനും കൊണ്ടായ പിന്നെ പറയണ്ട, കിളവൻ ആ സ്വത്തല്ല അതിന്റെ പേരിൽ എഴുതി വെക്കും. അല്ല, മറിച്ചും സംഭവിക്കാൻ പറഞ്ഞതൊന്നുമില്ല. ആദ്യം നീയാണ് പ്രസവിക്കുന്നെങ്കിൽ കാറ്റ് മാറി വീശാൻ മേലാന്നുമില്ല. ആ കാര്യം ഞാൻ ഓർമ്മയിരിക്കണം. ഇവൾക്കാണോ കുറുമ്പേ കല്യാണം? ഈ ഏത്തവാഴയും പെമ്പിള്ളരും വളരുന്ന ഒരുപോലെ ആയിട്ട് ഇന്നലെയാന്ന് തോന്നുന്നു നമ്മുടെ വലിയ വരമ്പത്തൂടെ അവളിങ്ങനെ കൂമ്പാളെ കൊടുത്തുള്ളത്. എന്റെ മോള് ഗീതയും ഇവളും ഒരേ പ്രായമാണ്. ഇപ്പൊ ഞാൻ എന്തോ ചെയ്യണം? ഇഷ്ടം പോലെ എന്ത് വന്നു വെച്ചാൽ കുഞ്ഞിന്റെ മനോധർമ്മം അനുസരിച്ച് കൊടുത്തിട്ടങ്ങ് കണക്കിലങ്ങ് എഴുതിയേച്ചാൽ മതി. കുറുമ്പേ, ഇതാ 500 രൂപയുണ്ട്. കൊണ്ടുപോയി മകളുടെ വിവാഹം ഭംഗിയായി നടത്തിയട്ടെ. കൊച്ചമ്പരാന് ദൈവം തമ്പരാൻ സഹായിക്കട്ടെ. പോയി മോളുടെ കല്യാണം നടത്തിയാട്ടെ. പോയ കുറുപ്പേട്ട, ഇത് കണക്കിൽ എഴുതണ്ട. കണക്കിലെഴുതാൻ വലിയ കുഴപ്പമുണ്ടാക്കത്തില്ലേ? അമ്മാവത് അറിയണ്ടെന്നേ. കൊലയിപ്പെണ്ണിന്റെ കല്യാണത്തിന് സമ്മാനം 500 രൂപ. അതും കണക്കിലെഴുതാം. ഈ കണക്കിലെഴുതാതെ എന്തുമാത്രം രൂപ വിഴുങ്ങുന്നെന്ന് ആർക്കറിയാം? ചേട്ടത്തി എന്തേ ഈ പറയുന്നത്? അദ്ദേഹത്തിന് അങ്ങനെ ആരുടെയും മുതലൊന്നും വേണ്ട. അയ്യോ, ആരുടെയും മുതല് വേണ്ടാത്ത ഹരിചന്ദ്രൻ 500 രൂപ കണക്കിൽ എഴുതണ്ടെന്ന് പറഞ്ഞ് കൊടുക്കുന്നത് എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. എന്നിട്ടാണോ എന്നോട് തർക്കിക്കുന്നത്? എന്താ ഇവിടെ? അച്ഛാ, അദ്ദേഹം കണക്കിലെഴുതാതെ ഇവിടുത്തെ രൂപയെടുത്ത് കണ്ടമാനം ചെലവാക്കുന്നു എന്ന് ചേട്ടത്തി പറയുന്നു. കണ്ടതാ പറഞ്ഞത്. ഗോപി, എന്താ അമ്മാവ? ആർക്കാ രൂപ കൊടുത്തത്? കുറുമ്പയ്ക്ക്. എത്ര രൂപ കൊടുത്തു? 500 രൂപ കൊടുത്തു. കണക്കിൽ എഴുതിയോ? ഇല്ല. ഇപ്പോഴെങ്ങനെ ഇരിക്കുന്നു? ഇവിടുത്തെ കാശെടുത്ത് ചെലവാക്കുന്നത് ഞാൻ പറഞ്ഞത് കുറ്റമായി പോയി. അയ്യോ കുഞ്ഞ്, അത് ഈ കുടുംബത്തിലെ കാശൊന്നുമല്ല. കുടുംബമൊക്കെ കല്യാണത്തിന് അധികം കാശ് കൊടുത്തത് സ്വന്തം കഴിയുന്ന. ഇവ കാര്യങ്ങൾക്ക് കാശ് ചെലവാക്കുന്നത് സ്വന്തം പേടത്തിൽ നിന്ന് തേങ്ങ വെട്ടി കിട്ടിക്കൊണ്ടിരുന്ന കാശിൽ നിന്നാണ്. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നത്? മേലാൽ സത്യമറിയാതെ ഒരു അക്ഷരം സംസാരിച്ചു പോയത്. ഗോപി, എല്ലാ ചുമതലകളും നിന്നെ ഏൽപ്പിച്ചതിനുള്ള ശിക്ഷയാണോ ഇത്? മറ്റുള്ളവരുടെ നാവടയ്ക്കാൻ വേണ്ടി നീ വലിയ ത്യാഗം ഒന്നും ചെയ്യണ്ട. മോളെ, നീ ഇവിടെ വാ. നീയാണ് ഗോപിയെ നിയന്ത്രിക്കേണ്ടത്. നിനക്കും കുഞ്ഞുങ്ങൾക്കും കഴിയാനുള്ള വകയെടുത്ത് അവൻ ഈ കുടുംബത്തിന് വേണ്ടി ചെലവാക്കുന്നു. കടലിൽ കായം കലക്കുന്നത് കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. പറയാനുള്ളത് ഞാൻ പറഞ്ഞു. ഇനി നിങ്ങളുടെ ഇഷ്ടം. ഇവിടെ കുറുപ്പേ, താൻ ഇങ്ങോട്ട് വരൂ. തന്നോട് ഇക്കാര്യത്തെ കുറിച്ച് എനിക്ക് സംസാരിക്കണം. വരൂ. അച്ഛൻ പറഞ്ഞത് കേട്ടില്ലേ? എന്താ പറഞ്ഞു? ഒന്നും പറഞ്ഞില്ലേ? ഞാനൊന്നും കേട്ടില്ല. എന്നാ കേക്കണ്ട, ഞാൻ പോകുന്നു. അങ്ങനെ അങ്ങ് പോയാലോ? എനിക്ക് തരാനുള്ള തന്നിട്ട് പോകും. പിന്നെ പാടത്ത് ആള് കൊണ്ട് എനിക്ക് പോണം. പോയിക്കൂടെ? ഞാൻ പിടിച്ച് കെട്ടിയിട്ടിരിക്കുകയാണ്. ഇന്ന് തന്നെ കൊടുക്കണം. അല്ല, ഇപ്പൊ തന്നെ ഉള്ള ഏർപ്പാടിയാ. ഇതിക്കുള്ളൊരു സന്തോഷം ഈ കുടുംബത്തിന് വരാനാണ്. കാർത്തിയാനി, വിശേഷം അറിഞ്ഞോ? എന്താ കുഞ്ഞ്? രാധിക ചേച്ചി അമ്മയാവാൻ പോകുന്നു. നാളെ മുതൽ കുഞ്ഞിവിടെ ജോലിയൊന്നും ചെയ്യണ്ട കേട്ടോ. അതിനിവിടെ ജോലിക്കാരില്ലേ? ആഹാരം നല്ലപോലെ കഴിക്കണം. ചിലപ്പോൾ വേണ്ടെന്ന് തോന്നും, ഛർദിച്ചെന്നും വരും. കുഞ്ഞ് അതൊന്നും കാര്യമാക്കണം. ഓഹോ, ഇതാണോ കാര്യം? എടി ഗീത, നീ ആള് കൊള്ളാമല്ലോടി. കാള പെറ്റൂന്ന് കേട്ട ഉടനെ നീ കയറെടുത്തു അല്ലേ? ഈ ഉപദേശമൊന്നും എനിക്കല്ല തരേണ്ടത്. അല്ലേ, ഈ കുഞ്ഞെന്തോ നീ പറഞ്ഞു വെച്ച് പോയത്? എനിക്കറിയാമെന്നില്ല. ഇതാണ് ഈ വീട്ടിലെ ഗർഭിണി. നിങ്ങൾക്ക് പറയാനുള്ളതെല്ലാം ഇങ്ങോട്ട് പറയാം. ഈ കൊച്ചിനാണോ ഗർഭം? പെണ്ണുങ്ങൾക്കെല്ലാം ഓരോ കൈലിമുണ്ട്. ഓരോ തോർത്തൂടെ ഇങ്ങോട്ട് കൊടുപ്പേ. എന്നാ കൈലിമുണ്ട് തോർത്തു. പിള്ളേർക്കെല്ലാം ഒരു പലഹാരപ്പൊതി. എടാ, ഒരാളിനെ പോലും വിട്ടുപോരുത്. ഇല്ലേ? അപ്പൊ മതി. അപ്പൊ കുറുപ്പേ, നമുക്ക് കൂടെ ആഘോഷമൊന്നും വേണ്ടേ? നമുക്കിവിടെ ഒരു അബദ്ധം പറ്റിപ്പോയി. അബദ്ധമോ? എന്താ മോളെ? രാധിക കുഞ്ഞിനല്ല, ജയമ്മയ്ക്കാണ് വിശേഷം. വലിയ ചതിയായിപ്പോയല്ലോ അങ്ങന്നേ. ആ അബദ്ധം പറ്റി പോലും അധിക പ്രസംഗം. ഇവിടെ കയ്യിലും വേണ്ട, കുറിയാനും വേണ്ട, പലാനും വേണ്ട. ആ കുട്ടപ്പനും തിരിച്ചു വിളിച്ച് ആ കാശിനും വിളിക്കാൻ പറ.
കുട്ടപ്പാ കുട്ടപ്പാ എന്തോ ഇയാളെ തിരിച്ചു വിളിക്കുന്നത്? ഈ പെണ്ണ് മണ്ണത്തിന് പറഞ്ഞ ആളുകളെ പറ്റിച്ചെന്നേ. എന്താ പറഞ്ഞു? രാജയെ കുഞ്ഞ് നല്ല ഗർഭം. പിന്നെ ആർക്കാണോ? ആർക്ക് ഗർഭം വേണമെന്ന് ആ പ്രഭാരമുള്ള സാർ ആഗ്രഹിച്ചത്. സാറിനും ഗർഭമൊന്നും ഉണ്ടാകത്തില്ല, സാറിന് മോക്ക. അപ്പൊ എന്റെ മകള് തന്നെ ജയിച്ചു എന്ന് പറ. കേട്ടോ രാധാകൃഷ്ണ, നിന്റെ ഓച്ചൻ കാര്യസം പറഞ്ഞത് കേട്ടോ. നിന്റെ ഭാര്യ ഗർഭിണിയായാലും ആർക്കും ഒന്നും കൊടുക്കേണ്ടതില്ലെന്ന്. ഞാൻ കുട്ടപ്പനെ കൂടെ മടക്കി വിളിച്ചിട്ടേ അവന്റെ കയ്യിലുള്ള കാശ് മേടിക്കും. നമുക്കിന്നൊന്ന് ആഘോഷിക്കണം. പപ്പക്കുറുപ്പേ, നമ്മൾ നിശ്ചയിച്ചതുപോലെ തന്നെ എല്ലാം നടക്കട്ടെ. ഈ കുടുംബത്തിൽ ഒരു പുതിയ സന്തതി ഉണ്ടാകാൻ പോകുന്നു. രാധിക പ്രസവിക്കുന്ന കുട്ടിക്കും ജയമ്മ പ്രസവിക്കുന്ന കുട്ടിക്കും ഞാൻ തന്നെയാണ് അപ്പൂപ്പൻ. എല്ലാം നല്ലതിനാണെന്ന് വിചാരിക്കുക. പെൺകുഞ്ഞേറ്റാ ഞാൻ അപ്പൂപ്പനായി. നനച്ചിറങ്ങിയാൽ കുളിച്ചു കാരണം മനുഷ്യനായ ശക്കലം ധൈര്യമൊക്കെ വേണം. എനിക്ക് ധൈര്യക്കുറവൊന്നുമില്ല. പിന്നെ നിങ്ങൾക്ക് അങ്ങോട്ട് ചെയ്യാറെന്താ? പട്ട് ധൃതി വെക്കാതെ. അല്ലേ? ആരാ? എന്താ? ഒരു കാളയൊക്കെ കൊടുക്കുന്നുണ്ട്. ഗോപി സാറില്ലേ ഇവിടെ? ഗോപി സാറോ? ഇവിടെ കാള വെക്കാൻ വരുന്നവരെ ഗോപി സാറിനെ ഉള്ളതാണ്. നിനക്ക് അവിടെ ഒരു വാലിക്കാരന്റെ സാധനം പോലും ഇല്ലടാ. കാള വാങ്ങിക്കാൻ ഗോപി സാറാണോ നിന്നോട് ആരാ പറഞ്ഞു? ഞാൻ പറഞ്ഞു കേട്ടതാ. എന്നാ കേട്ടോ, ഗോപി ഇവിടുത്തെ സംബന്ധക്കാരനാ. ഞാൻ ആ രാജേന്ദ്ര പണിക്കരുടെ മകൻ. അങ്ങനെ ചുണയായിട്ട് പറ, ഇല്ലെങ്കിൽ എന്റെ മോള് നിന്നെ ഇട്ടു അവളുടെ പോക്കിന് പോകും. ആട്ടെ, ഈ കാളയ്ക്ക് എന്ത് വേണം? ഇവിടത്തേക്ക് ആയതുകൊണ്ട് 800 രൂപയ്ക്ക് തരാം. 800. ഒരു കാര്യം ചെയ്യേ, ആ തൊഴുത്തിലോട്ട് കയറ്റി കെട്ടിച്ചു പോക്കോ. നാളെ രാവിലെ ഒന്ന് പണം വാങ്ങിച്ചു. അമ്മാരിപ്പനും മരുമനും കൂടെ കച്ചവടം നടത്തിയത് ഇതിനെ ഞാൻ വാങ്ങിച്ചു. നമുക്ക് അയാളെ അല്ലെന്ന് അയാളെ കൊണ്ടുവന്ന കാളെ ഞാൻ വാങ്ങിച്ചു. കാലത്ത് വരുമ്പോ 800 രൂപ ആയി കൊടുത്തേക്കണം. അയ്യോ, ഈ കാള നോക്കുന്നില്ല. ഈ ചുഴിക്കുറ്റുള്ള കാളയാ. ഇത് നമ്മുടെ എരിവപ്പുറമ്പിൽ രാഘവന്റെ കാളയല്ലയോ? കണ്ടോ, ഇവൻ കയർ ഊരിപ്പോയി കഴിഞ്ഞ കൊല്ലം 4 പേരെ കുത്തിക്കൊന്നവനാ. അപ്പൊ അവൻ നമ്മുടെ വർഗമാണല്ലോ. അതുകൊണ്ടാ ഞാൻ മേടിക്കണ്ടെന്ന് പറഞ്ഞത്. ഒരു മുതലാളി നമ്മുടെ കൈവശമുള്ളപ്പം ഇനി ഒരു കാളെ കൂടെ വേണോ? പൂർപ്പേ, തന്റെ ഈ 2 മുന വെച്ചുള്ള സംസാര രീതി ഉണ്ടല്ലോ. കുറുപ്പേ, താൻ അധികം ഭരിക്കണ്ട. കാളയ്ക്ക് ഞാൻ അവരെ പറഞ്ഞത് വാക്കുമാറ്റം സാധ്യമല്ല. കുഞ്ഞെന്ത് പറഞ്ഞാലും ശരി, ഈ കാളെ ഈ തൊഴുത്തിൽ കിടാൻ ഞാൻ സമ്മതിക്കുന്നു. കുറുപ്പേ, ഞാൻ വാക്ക് കൊടുത്താണെങ്കിൽ ഞാൻ വാങ്ങിക്കുക തന്നെ ചെയ്യും. ഏതാ കുറുപ്പേട്ട ഈ കാള? അയ്യോ, നമ്മുടെ എരുവപ്പുറമ്പിലെ കൊലയാളി. അതിന് 800 രൂപ വീട്ടിലേക്ക് വാങ്ങിക്കണമെന്ന് പറഞ്ഞ് കുഞ്ഞ് ഒരേ പിടിവാശി നിൽക്കുക.